മറ്റുള്ളവരെ നോക്കി ജീവിക്കരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നതാണ്. അവന് നല്ല ജോലിയായി, അല്ലെങ്കിൽ അവൻ നല്ലൊരു വീട് വച്ചു, അല്ലെങ്കിൽ അവൾക്ക് നല്ല സാമ്പത്തിക സ്ഥിതിയായി, അല്ലെങ്കിൽ അവർ നല്ല സന്തോഷത്തോടെയാണ് താമസിക്കുന്നത്. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ നമ്മളെ തന്നെ വില കുറച്ച് കാണാൻ തുടങ്ങും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കാണുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ പുറം ഭാഗം മാത്രമാണ്. അവൻ്റെ പോരാട്ടങ്ങൾ നിങ്ങൾ കാണുന്നില്ല. ഒരു മനുഷ്യൻ ചിരിക്കുന്നത് കൊണ്ട് മാത്രം അവന് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് നിങ്ങൾ കരുതരുത്. സോഷ്യൽ മീഡിയയിൽ മനോഹരമായ ജീവിതം കാണിക്കുന്ന പലരുടെയും മുന്നിൽ പറയാൻ കഴിയാത്ത ഒരുപാട് കഥകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം നോക്കി നിങ്ങളുടെ ജീവിതത്തിൻ്റെ വില തീരുമാനിക്കരുത്. നിങ്ങളുടെ മത്സരം മറ്റാരുമായുമല്ല, നിങ്ങളുടെ യഥാർത്ഥ മത്സരം ഇന്നലത്തെ നിങ്ങളുമായാണ്. ഇന്നലേക്കാൾ ഇന്ന് കുറച്ചെങ്കിലും മെച്ചപ്പെടാൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ ഇന്നലെ ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഇന്ന് ചെയ്യാൻ കഴിഞ്ഞോ? ഇന്നലെ നിങ്ങളെ തളർത്തിയ ഒരു പ്രശ്നത്തെ ധൈര്യത്തോടെ കുറച്ചെങ്കിലും ഇന്ന് നിങ്ങൾക്ക് നേരിടാൻ കഴിഞ്ഞോ? എങ്കിൽ നിങ്ങൾ വിജയത്തിൻ്റെ വഴിയിലാണ്. വിജയമെന്നത് എല്ലാവരെയും മറികടക്കുന്നതല്ല. സ്വന്തം ദൗർബല്യങ്ങളെ ഓരോ ദിവസവും കുറച്ചു കൊണ്ടുവരുന്നതാണ് യഥാർത്ഥ വിജയം. ജീവിതത്തിൽ പരാജയം വരുമ്പോൾ ചിലർ അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് ചിന്തിക്കുന്നത് ഇങ്ങനെയാവും: എനിക്കൊന്നിനും കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാത്രമാണ് നല്ല ജീവിതം, എനിക്ക് അതിനൊന്നും ഒരു വിധിയുമില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ ഒന്നറിയുക, പരാജയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന അധ്യായമല്ല. ഒരു പരീക്ഷയിൽ തോറ്റാൽ അത് ജീവിതത്തിൽ തോറ്റതല്ല. ഒരു ജോലി നഷ്ടപ്പെട്ടാൽ ഒരിക്കലും അത് നിങ്ങളുടെ കഴിവ് നഷ്ടപ്പെട്ടതല്ല. ഒരു ബന്ധം തകർന്നാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതം തകർന്നതല്ല. ഒരു അവസരം നഷ്ടപ്പെട്ടാൽ ഇനി ഒരിക്കലും അത്തരം അവസരം ലഭിക്കില്ല എന്നതല്ല. ചിലപ്പോൾ ജീവിതം നമ്മളെ ഒരു വാതിലിൽ നിന്ന് മാറ്റുന്നത് മറ്റൊരു വാതിൽ തുറക്കാനായിരിക്കും. അതുകൊണ്ട് പരാജയത്തെ ശത്രുവായി കാണാതെ ഒരു അധ്യാപകനായി കാണുക. പരാജയം നമ്മളോട് ചോദിക്കും: എന്താണ് തെറ്റിയത്, എന്താണ് പഠിക്കേണ്ടത്, അടുത്ത തവണ എന്താണ് മാറ്റേണ്ടത്? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന ഒരാൾ പരാജയം പോലും വിജയത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയും. നമ്മുടെ ഈ ഒരു കൊച്ചു ജീവിതത്തിൽ സർവൈവ് ചെയ്യുക എന്നത് വളരെ പാടുള്ള കാര്യമാണ്, ശരിയല്ലേ? അപ്പോൾ ജീവിതത്തിൽ സർവൈവ് ചെയ്യാൻ പഠിക്കുന്നതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും മറ്റുള്ളവർ അംഗീകരിക്കണമെന്നും ഇല്ല. ഇനി നിങ്ങൾ സത്യസന്ധമായി പെരുമാറിയാലും ചിലർ തെറ്റായി മനസ്സിലാക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾ സഹായിച്ചവരിൽ ചിലരെങ്കിലും നിങ്ങളെ ഒരിക്കൽ വേദനിപ്പിച്ചേക്കാം. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും അപ്രൂവൽ നേടാൻ ശ്രമിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടാകണമെന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ശരിയല്ലേ? മറിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളോട് തന്നെ സത്യസന്ധരായി ഇരിക്കുക എന്നതാണ്. ഇനി മറ്റുള്ളവരെ ട്രാക്ക് ചെയ്യുന്നത് നിർത്തുക. അതായത് മറ്റുള്ളവർ എന്തു ചെയ്യുന്നു, എവിടെ പോകുന്നു, എത്ര പണം സമ്പാദിക്കുന്നു, ആരോടാണ് അവർ സംസാരിക്കുന്നത്, അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു, എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും സന്തോഷം, ഇങ്ങനെ മറ്റുള്ളവരെ നോക്കിയിരുന്നാൽ നിങ്ങളുടെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാകില്ല. മറ്റുള്ളവരുടെ ജീവിതം ട്രാക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക. ഇന്ന് നിങ്ങൾ പുതുതായി എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താനായി ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുമല്ലെങ്കിൽ ഇന്നലെയേക്കാൾ ഇന്ന് നിങ്ങൾ മെച്ചപ്പെട്ടോ എന്നതാണ് നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വിജയം എങ്ങനെയാണ് കൈവരിക്കുക എന്നത്? വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിനൊന്നാമതായി വേണ്ടത് ലക്ഷ്യമാണ്. അതായത് ലക്ഷ്യമില്ലാതെ നമ്മൾ എത്ര വേഗത്തിൽ ഓടിയാലും നമ്മൾ എവിടെ എത്തുമെന്നത് നമുക്കറിയില്ല. രണ്ടാമതായി ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. അതായത് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ചെറിയ മാറ്റങ്ങൾ ഒരു വർഷമാകുമ്പോൾ അതൊരു വലിയ മാറ്റത്തിന് കാരണമാകും. മൂന്നാമതായി കൺസിസ്റ്റൻസി. അതായത് മോട്ടിവേഷൻ എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല.
ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സ് തളരുന്ന അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പറ്റില്ല എന്ന് വരെ തോന്നിയേക്കാം. അപ്പോഴാണ് കൺസിസ്റ്റൻസി ആവശ്യമായി വരുന്നത്. അതായത് മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിലും മുന്നോട്ട് പോകുന്നവരാണ് അവസാനമായി വിജയിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. ലോകം നിങ്ങളെ വിശ്വസിക്കാത്ത ഒരു സമയം ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കാത്ത ഒരു സമയം ഉണ്ടാകും. നിങ്ങളുടെ കഴിവിനെ സംശയിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ടാകും. നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ടാകും. പക്ഷേ അപ്പോഴും ഒരു വ്യക്തി നിങ്ങളെ വിശ്വസിക്കണം, അത് നിങ്ങൾ തന്നെയാണ്. എനിക്ക് കഴിയും, ഞാൻ വീണ്ടും ശ്രമിക്കും, ഞാൻ വീണാലും എഴുന്നേൽക്കും, ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ നാളെയും ഞാൻ ശ്രമിക്കും എന്ന ഈ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പല പ്രതിസന്ധികളും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. ഒന്നോർക്കുക, ജീവിതത്തിൽ ചിലർ വളരെ നേരത്തെ വിജയിക്കും, ചിലർ വളരെ വൈകിയായിരിക്കും വിജയിക്കുന്നത്. ചിലരുടെ ജീവിതത്തിൻ്റെ വിജയം അവരുടെ 20-ാം വയസ്സിലാണെങ്കിൽ മറ്റു ചിലരുടെ ജീവിതത്തിൻ്റെ വിജയം അവരുടെ 40-ാം വയസ്സിലായിരിക്കും. പിന്നെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമയക്രമം നിങ്ങൾ മറ്റൊരാളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യരുത്. ഒരു പൂവ് കുറച്ച് നേരത്തെ വിരിയുന്നു, മറ്റൊരു പൂവ് കുറച്ച് വൈകിയാണ് വിരിയുന്നത്. പക്ഷേ വൈകി വിരിഞ്ഞ പൂവിന് സൗന്ദര്യമില്ല എന്ന് ആരും പറയില്ല, ശരിയല്ലേ? അതായത് നിങ്ങളുടെ സമയവും വരും, തീർച്ചയായും വരും. അവസാനമായി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായവരായിരിക്കാം. ചിലപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരായിരിക്കാം. നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന തോന്നലുകൾ ഉള്ളവരായിരിക്കാം. പക്ഷേ നിങ്ങൾ ഓർക്കുക, ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ഇന്ന് നിങ്ങൾ കരയുന്ന അതേ ജീവിതത്തിൽ ഒരു ദിവസം നിങ്ങൾ അഭിമാനത്തോടെ തിരിഞ്ഞു നോക്കുന്ന ഒരു സമയം വരും. അതിന് ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക. വീണാൽ എഴുന്നേൽക്കുക, തോറ്റാൽ പഠിക്കുക, വേദനിച്ചാൽ സ്വയം സുഖപ്പെടുത്തുക, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ചുവടുകൾ വയ്ക്കുക. കാരണം നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ കോപ്പിയല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഥ നിങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്. ഇന്ന് നിങ്ങൾ എവിടെ എന്നത് പ്രധാനമല്ല, മറിച്ച് നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം നോക്കി സമയം കളയാതെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ട്രാക്ക് ചെയ്യൂ. നിങ്ങളുടെ വളർച്ചയെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും ട്രാക്ക് ചെയ്യൂ. ഒടുവിൽ നിങ്ങളുടെ വിജയത്തെ ട്രാക്ക് ചെയ്യൂ. നിങ്ങൾ വീണ സ്ഥലത്ത് നിന്ന് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കുന്ന ദിവസം, അതായിരിക്കട്ടെ നിങ്ങളുടെ വിജയം.